ശ്രീ കെ സരൺകുമാർ, ഇന്നലെ ഈ SFIOയുടെ റിപ്പോർട്ടിനെ മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിക്കുകയായിരുന്നു. ഞാനിതിനെ വലിയ ഗൗരവത്തോടു കൂടിയൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കമ്പനി നിയമപ്രകാരമുള്ള ഈ പറഞ്ഞ അന്വേഷണവും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളും ഒക്കെ ഒരു സംരംഭകയും കമ്പനികാര്യ മന്ത്രാലയവും തമ്മിലുള്ള കേസ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലേക്ക് വരുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തോടു കൂടി കാണേണ്ടി വരില്ലേ? ഒരിക്കലുമില്ല. കാരണം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നത് ഈ SFIOയുടെ അന്വേഷണത്തിന്റെ ഒരു സാധുത ചോദ്യം ചെയ്ത് തന്നെയാണ്. ആ കേസ് വാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിന്യായം എന്ന് പറഞ്ഞാൽ അതൊരു വിധിയല്ല, ഒരു സെറ്റിൽമെന്റ് ഓർഡറാണ്. പരസ്പരം ഒത്തുതീർക്കുന്ന ഒരു ഉത്തരവാണ്. ആ ഉത്തരവിന്റെ കണ്ടന്റ് വച്ചുകൊണ്ട് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം നടത്താനോ മറ്റൊരു കേസിന്റെ ഭാഗമാക്കി മാറ്റാനോ അധികാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ 2024 ജനുവരി മാസം 12-ന് ഇവിടെ കമ്പനി കാര്യ വകുപ്പ് ഒരു ഉത്തരവിറക്കി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സെക്ഷൻ 212(1) അനുസരിച്ചിട്ട് അന്വേഷണം നടക്കട്ടെ എന്നുള്ള തരത്തിൽ അതിന് 1 മാസം കാലാവധി നിശ്ചയിച്ചു. പക്ഷെ 18 ദിവസം കഴിഞ്ഞപ്പോൾ 212 പ്രകാരം മറ്റൊരു ഉത്തരവിറക്കി. ഇതിൽ കൃത്യമായി SFIO അന്വേഷിക്കട്ടെ എന്ന്. അതായത് ഒരു അന്വേഷണത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സെറ്റിൽമെന്റിന്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് ഒരേ കാര്യത്തിന് 2 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നു. അപ്പോൾ ആ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം, അതുപോലെ അന്വേഷണം ക്വാഷ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ ആദ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസ്, അതിന്റെ ഭാഗമായി തനിക്ക് ഹാജരാക്കാനുള്ള രേഖ ഹാജരാക്കി കൊടുക്കാനുള്ള മൊഴി കൊടുത്തു. അപ്പോൾ അതേ കണ്ടന്റിൽ തന്നെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസും മറ്റു കാര്യങ്ങളും വരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കമ്പനി സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂർ തന്നെ എക്സലോജിക് കമ്പനിക്ക് വേണ്ടി വീണ വിജയനും ഒരു റിട്ട് പെറ്റീഷൻ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. ആ കേസിന്റെ വാദത്തിന്റെ ഇടയിൽ ഈ FSIO കൊടുത്ത അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിൽ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഈ കണ്ടന്റ് അല്ല, മറിച്ച് ഇവിടെ 182 കോടി രൂപ KMRൽ നിന്ന് പല ഘട്ടത്തിൽ പലർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഉത്സവം, മാധ്യമങ്ങൾ എല്ലാം, പള്ളി, മറ്റു തരത്തിൽ കൊടുത്തവർ, അതാണ് മെയിനായിട്ട് അന്വേഷിക്കുന്നത്. അതിന്റെ ഒപ്പം അനുബന്ധ കാര്യങ്ങൾ എന്ന രൂപത്തിലാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന അഫിഡവിറ്റ് വന്നപ്പോഴാണ് ആ കേസിൽ അന്വേഷണം തുടരാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 2/9/2024 ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു ഈ കേസിൽ ഒരു കുറ്റപത്രവും സമർപ്പിക്കരുത്, അന്വേഷണം നടത്താം, കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന്. അതിനുശേഷം വാദം നടന്ന് 23/12/2024 ആ കേസ് വിധി പറയാൻ മാറ്റിയത്. വിധി പറയാൻ മാറ്റി 2 മാസം കഴിഞ്ഞപ്പോൾ ആ വിധി പറയാനിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതായി ഉത്തരവ് വരുന്നു. ആ ഉത്തരവ് വന്ന് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതായി വാർത്ത വരികയും ചില ചാനലിലൂടെ ഒരു സീക്രട്ട് ഡോക്യുമെന്റ് എന്ന രൂപത്തിൽ ഒരു കരട്, കൃത്യമായി സമ്മറി ഓഫ് ചാർജ് എന്ന രൂപത്തിൽ വാർത്ത വരികയാണ്, അതേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന്. ഒരു കോടതി വാക്കാൽ കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആ ജഡ്ജി മാറിയാലും ആ വിധി അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും CMRL അതിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് 2 ദിവസം മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ പുതിയ ജഡ്ജി പറഞ്ഞു ആരുടെ മുന്നിലാണ് അണ്ടർടേക്കിംഗ് വന്നത്, ആരാണ് നടത്തിയത്, അത് പഴയ ജഡ്ജിയാണ് എന്ന് പറയുന്നു. ആ പഴയ ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിലും ആ കോടതിയിൽ നിന്ന് ആ ജഡ്ജി പോയിട്ടില്ല, മറ്റു കോടതിയിൽ ചുമതല എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ജഡ്ജി തന്നെ പരിഗണിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിൽക്കുകയാണ്. അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ആ അന്വേഷണമായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഇപ്പോൾ ED വന്ന് റിപ്പോർട്ട് ചോദിച്ചതായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആയിക്കോട്ടെ. EDയുടെ വിശ്വാസയോഗ്യതയും മറ്റ് സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ 95 ലക്ഷം രൂപ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയതിലും, അതുപോലെ മാധ്യമങ്ങളും മറ്റ് പള്ളിയും അമ്പലങ്ങളും എല്ലാം കൈപ്പറ്റിയ 135 കോടിയിലും അതിലൊന്നും അന്വേഷണമില്ല. നിയമപരമായി ബാങ്ക് വഴി ടാക്സ് അടച്ച്, GST അടച്ച്, ഓഡിറ്റിംഗ് നടത്തി ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്ന ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ മാത്രമായ കേസ്, അത് 1.72 കോടി 90 ലക്ഷം രൂപ കടമെടുത്തു എന്ന് പറഞ്ഞു. ആ കടമെടുത്തതും ഇപ്പോൾ FSIOന്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണവുമായി പോകുന്നവർ പരമാവധി പോയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല. കൃത്യമായി ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്, എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്.